ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇത് മാരുതി സുസുക്കി ആൾട്ടോ ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് നല്ല രീതിയിൽ താഴേന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ നമ്മുടെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് നല്ല രീതിയിൽ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലച്ച് മാറിയിട്ട് ഈ ഇടയ്ക്ക് ക്ലച്ച് മാറി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഓയിൽ ലീക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ക്രാങ്ക് കേസിൽ അതിൻ്റെ പാക്കിങ്ങും മാറിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഓയിൽ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ ലീക്ക് വരുന്നത് ഇതിനുള്ളിലെ ഫ്ലൈവീൽ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഓയിൽ ലീക്ക്. ഫ്ലൈവീൽ സൈഡിൽ വരുന്ന ആ റിങ്ങിൻ്റെ സൈഡിൽ നിന്ന് സീലിൻ്റെ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഓയിൽ വരുന്നത്. അപ്പോൾ അതെന്താണ് കറക്റ്റ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിക്ക് അടിയിൽ വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഫ്ലൈ വീൽ ഇതെല്ലാം അഴിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിയാണ് പറഞ്ഞത്, ഇതിൻ്റെ ക്രാങ്ക് കേസിൽ ബോണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഒന്നുകൂടെ ഇത് അഴിച്ചിട്ട് ബോണ്ട് ഇടേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ഓൾറെഡി ലീക്ക് ഉണ്ട്. പിന്നെയും നമുക്ക് ഇവിടുന്ന് ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും കസ്റ്റമർക്ക് ഇരട്ടിപ്പണിയാവും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഓയിൽ പാനൂടെ നമ്മൾ അഴിച്ച് ബോണ്ട് ഇടുന്നുണ്ട്. ഓൾറെഡി ഇത് കണ്ടിട്ട് ബോണ്ട് ഇട്ടതാണെന്നാണ് തോന്നുന്നത്. കാരണം ബോണ്ടിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ സീല് ലീക്ക് കാണാനായിട്ട്, നല്ല രീതിയിൽ സീല് ലീക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ ഫുള്ളായിട്ട് ഓയിൽ ലീക്ക്, ഇതിൻ്റെ സീലിൻ്റെ ആ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഓയിൽ ലീക്കും കാര്യങ്ങളുണ്ട്. ആ ഓയിലാണ് ഇങ്ങോട്ട് താഴോട്ട് ശരിക്കും പറഞ്ഞാൽ ഒഴുകി വരുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിൻ്റെ അവസ്ഥ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ക്ലച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് പുതിയത് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ അവിടുന്ന് വന്ന ഓയിലും കാര്യങ്ങളൊക്കെ തെറിച്ചിരിക്കുന്നത്. ക്ലച്ച് പുതിയത് തന്നെയാണ്, റീസെൻ്റായിട്ട് മാറിയ ക്ലച്ച് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ കാര്യം കറക്റ്റാണ്, ക്ലച്ച് പുതിയതാണെന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പുതിയ പ്രഷർ പ്ലേറ്റ് തന്നെയാണ് കിടക്കുന്നത്. അതും വാല്യൂയുടെ തന്നെ പ്രഷർ പ്ലേറ്റ് ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലൈ വീലിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ പൈലറ്റ് ബെയറിങ്ങും പുതിയത് തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചതിൻ്റെ ഗ്രീസും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അതായത് അധികം നാളായിട്ടില്ല ക്ലച്ചും അതുപോലെ തന്നെ പൈലറ്റ് ബെയറിങ്ങും ഒക്കെ മാറിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മാറിയ അവസരത്തിൽ ജസ്റ്റ് ഈ ഫ്ലൈ വീൽ ഒന്ന് അഴിച്ചായിരുന്നെങ്കിൽ നമുക്ക് ആ ഓയിലിൻ്റെ ലീക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ആ ഓയിൽ ലീക്ക് കറക്റ്റായിട്ട് ഗിയർ ബോക്സ് അഴിച്ച അവസരത്തിൽ ഈ ഫ്ലൈ വീൽ അഴിച്ചായിരുന്നെങ്കിൽ നമുക്ക് ആ സീല് മാറ്റി വിട്ട് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇത്ര എക്സ്പെൻസ് വരില്ലായിരുന്നു. കാരണം പിന്നെയും ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ ഗിയർ ബോക്സ് അഴിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ശരിയാണ് കസ്റ്റമർ പറഞ്ഞത്, പുതിയ റിലീസ് ബെയറിങ് തന്നെയാണ് ഈ മാറിയേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പക്ഷേ ഇതിനുള്ളിൽ പഴയ ഓയിലിൻ്റെ പാടും കാര്യങ്ങളും ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഇട്ടേക്കുന്ന ക്ലച്ചും പെട്ടെന്ന് പോവും, സ്ലിപ്പിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത്രയും ഓയിൽ അവിടുന്ന് ഫ്ലൈ വീലിൻ്റെ ഭാഗത്തുനിന്ന് ക്രാങ്കിൻ്റെ സീലിൻ്റെ ഭാഗത്തുനിന്ന് ലീക്ക് ആകുന്നുണ്ട്. അത്രയും ഓയിൽ ഇതിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പ്. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി ഓയിൽ ഇതിനകത്ത് നല്ല രീതിയിൽ ഓയിലിൻ്റെ അംശം ഇതിനകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. നമുക്ക് ക്ലച്ചോ റിലീസ് ബെയറിങ്ങോ അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റോ മാറേണ്ട ആവശ്യമില്ല. കാരണം അത് പുതിയ തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, കറക്റ്റ് പുതിയ റിലീസ് ബെയറിങ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. വേറെ ബെയറിങ്ങിന് പ്ലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബെയറിങ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ബോക്സിൻ്റെ ഈ ഭാഗത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീലിൻ്റെ അവിടുന്ന് വന്ന, അതായത് സീല് ലീക്കായിട്ട് ഇങ്ങോട്ട് ഓയിൽ ഇറങ്ങിയിരിക്കുന്നത് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ഇത് എൻജിൻ ഓയിലാണ് ഈ ഇറങ്ങി കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടറിൻ്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സ്റ്റാർട്ടറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാൾവർ പാക്കിങ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ലീക്കൊക്കെ വന്നിരിക്കുന്നത് മുകളിൽ നിന്നുള്ള ലീക്കാണ്. പക്ഷേ ഈ ലീക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ സീലിൻ്റെ ഭാഗത്തു നിന്നുള്ള ലീക്കാണ്. കാരണം സ്റ്റാർട്ടർ വരുന്ന ഈ ഭാഗത്താണ്. ഇവിടുന്ന് ഓയിൽ തെറിച്ചിട്ടാണ് ആ ഒരു സ്റ്റാർട്ടറിലൊക്കെ ഓയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ക്ലച്ച് മാറുന്ന അവസരത്തിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലച്ച് മാറുന്ന അവസരത്തിൽ ചെറിയൊരു ഓയിൽ ലീക്ക് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈ വീൽ ഒന്ന് അഴിച്ചു നോക്കാം. ഓയിൽ ലീക്കാവുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഈ സീല് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ക്ലച്ച് മാറും, അതുപോലെ തന്നെ റിലീസ് ബെയറിങ് മാറും, പ്രഷർ പ്ലേറ്റ് മാറും, എല്ലാ കാര്യങ്ങളും പൈലറ്റ് ബെയറിങ് എല്ലാം മാറും. പക്ഷേ കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഈ ഇവിടുന്ന് ഓയിൽ സീലിൻ്റെ അവിടുന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്കാവാൻ തുടങ്ങും. ഇത് നല്ല രീതിയിലുള്ള ഓയിൽ ലീക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഓയിൽ ലീക്കാവാൻ തുടങ്ങും. ഓയിൽ ലീക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗത്തോട്ട് ഓയിൽ പോകാൻ തുടങ്ങും, ക്ലച്ച് ഡിസ്കിൽ ഓയിൽ വരാൻ തുടങ്ങും. അപ്പോൾ ക്ലച്ച് നമുക്ക് വണ്ടി വലിക്കാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ക്ലച്ച് സ്ലിപ്പിങ്ങിലോട്ട് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കറക്റ്റ് ഗ്രിപ്പ് കിട്ടാണ്ട് ക്ലച്ച് സ്ലിപ്പാവും. അങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ അതുപോലെ തന്നെ വണ്ടി വഴി കിടക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെയും നമുക്ക് ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇരട്ടി നമുക്ക് പൈസ നഷ്ടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലച്ച് മാറുന്ന അവസരത്തിൽ ജസ്റ്റ് ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഫ്ലൈ വീൽ അഴിച്ച് നോക്കുക. കാരണം ഓൾറെഡി ഓയിൽ ലീക്ക് ഉണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ക്ലച്ചും കംപ്ലൈൻ്റ് ആയിട്ട് ഓയിൽ ക്ലച്ച് അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ്, റിലീസ് ബെയറിംഗ്, പൈലറ്റ് ബെയറിംഗ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിൽ പാന് ഗ്യാസ്കറ്റും ഫിറ്റ്, അതായത് ഇതിൽ പേസ്റ്റാണ് വരുന്നത്. ബോണ്ട് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഓൾറെഡി അത് കണ്ടിട്ട് പുതിയ ബോണ്ടും കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഇളക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് മാറുന്ന അവസരത്തിൽ ഇതുപോലെ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഈ സീല് മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഗിയർ ബോക്സ് അടിക്കും. അപ്പോൾ 2 ലേബറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കസ്റ്റമർക്ക് വലിയൊരു ഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പുതിയ ബോണ്ട് തന്നെയാണ് കിടക്കുന്നത്. ആ വെള്ളപ്പാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ശരിക്കും ലീക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാണ് വരുന്നത്. മീൻസ് ഇതിൻ്റെ ക്രാങ്ക് ഓയിൽ സീൽ പോയിട്ടുണ്ട്, ടൈമിംഗ് സൈഡിലെ ക്രാങ്ക് ഓയിൽ സീൽ പോയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ കൂട്ടത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലെ ക്യാം സീലും മാറണം. അതുപോലെ തന്നെ ടൈം ബെൽറ്റും ടെൻഷനറും അതുപോലെ തന്നെ വാട്ടർ പമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു സൈഡ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആ ഒരു സൈഡിലേക്ക് പിന്നെയും ലേബർ വരും. അതുപോലെ തന്നെ സമയനഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ക്യാം സീൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ക്യാം സീൽ അതുപോലെ തന്നെ താഴെ വരുന്ന ക്രാങ്ക് സീൽ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓയിലിൻ്റെ അംശവും കാര്യങ്ങളുണ്ട്. ഇത് വാൽവ് പാക്കിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഓയിൽ ലീക്ക് ആവുന്നതാണ് ഈ കാണുന്ന ഒരു ഓയിൽ ലീക്ക് വരുന്നത്. അപ്പോൾ അതും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമിംഗ് സൈഡ് ക്യാം സീലും ക്രാങ്ക് സീലും മാത്രം മാറാൻ വേണ്ടി അടിക്കുന്ന സമയത്ത് അതിൻ്റെ ടൈം ബെൽറ്റ് അതുപോലെ തന്നെ ടെൻഷനർ, വാട്ടർ പമ്പ് കണ്ടിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല കാലപ്പഴക്കം ചെന്ന വാട്ടർ പമ്പാണ്. അതും ഈ കൂട്ടത്തിൽ മാറി വിടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ എൽബോയുടെ അവിടെ നിന്ന് ലീക്കും കാര്യങ്ങളും കൂളൻ്റ് ലീക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചെറിയ ഡ്രോപ്പ് ലീക്കായിട്ട് ഉണ്ട്. മീൻസ് അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ ഇതിൻ്റെ എൽബോ മാറണം. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഹോസ് കൂടെ മാറി വിടേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് നമ്മളിപ്പോൾ മുകളിൽ കണ്ട ആ എൽബോയുടെ താഴത്തെ ഭാഗമാണ് ഇവിടെ വന്നേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും കൂളൻ്റ് ലീക്ക് ആയേക്കുന്നതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ എൽബോയും അത് ഹോസും മാറേണ്ടതായിട്ട്. ഇപ്പോൾ നമ്മൾ ക്ലച്ച് മാറാൻ വേണ്ടി ഗിയർ ബോക്സ് അഴിക്കുന്ന അവസരത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രാങ്ക് സീലിൻ്റെ നമുക്ക് ആ ഫ്ലൈ വീലൂടെ അഴിച്ചിട്ട് അതിൻ്റെ സീല് മാറ്റി വിടുന്നതാണ് അത്രയും നല്ലത്. കാരണം കുറേ കാൽപ്പഴക്കം ചെന്ന വണ്ടികളാകുമ്പോൾ സീൽ നല്ല രീതിയിൽ ഹാർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടുന്ന് ലീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ പോലും ഫ്ലൈ വീൽ അഴിക്കുക, സീല് മാറ്റി വിടുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെൻസ് ആവും. അതുപോലെ തന്നെ ലേബറും കൂടുതലാവും. അതുപോലെ തന്നെയാണ് ടൈമിംഗ് സൈഡിലെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്. ടൈമിംഗ് സൈഡും ഇതുപോലെ തന്നെ ക്യാം സീലും ക്രാങ്ക് സീലും ഒക്കെ മാറാനാണ്. അഥവാ ടൈം ബെൽറ്റ് മാറാനാണെങ്കിൽ ഈ സീലൂടെ മാറിവിടുക, വാട്ടർ പമ്പൂടെ മാറിവിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെയും നമുക്ക് ആ ടൈമിംഗ് സൈഡ് അയക്കുമ്പോൾ അത്രയും ലേബർ, സമയനഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോയുടെ ഈ ഒരു ഓയിൽ ലീക്കിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.